ആരും പൈസയൊന്നും തരുന്നില്ല ഇതിന്. 5 പൈസ പോലും ഒരു ഓട്ടോമൊബൈൽ കമ്പനി എൻ്റെ തന്നിട്ട് നന്നായിട്ട് എഴുതുമെന്ന് പറഞ്ഞിട്ടില്ല. ഒട്ടൊന്നും അങ്ങനത്തെ ഒരു പതിവൊന്നുമില്ല. ഇതൊക്കെ ജനത്തിൻ്റെ വെറും വിശ്വാസമാണ്, അന്ധവിശ്വാസം. അങ്ങനെ ഒരിക്കലും ഓഫറൊന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരികെയുള്ളൂ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എനിക്കൊരു വണ്ടി തന്നിട്ട്, ഇവിടുത്തെ ഒരു വളരെ പ്രശസ്തമായ ഒരു വണ്ടി, പ്രശസ്തമായ ഓട്ടോമൊബൈൽ കമ്പനിയുടെ റീജിയണൽ ഓഫീസിലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാം ഒന്നും നെഗറ്റീവ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ചോദ്യം ഇന്ന് ചോദിച്ചതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞില്ല, കാരണം ഇത് ഇന്നലെയായിരുന്നു ഞാൻ നെഗറ്റീവ് പറഞ്ഞത്, കാരണം ഷൂട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾക്ക് ആ ബന്ധമുള്ളതുകൊണ്ടാണ്. അങ്ങനെയൊന്നും അല്ലാതെ പിണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ചേട്ടാ അതും ഭയങ്കര മോശമായിട്ടോ, അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് കച്ചവടം ഭയങ്കരമായിട്ട് എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു കൺസേൺ ഉണ്ടല്ലോ, അത് പറയുമെന്നല്ലാതെ ആരും അല്ലാതെ ഒന്നും ഒരു പൈസ തരാറില്ലൊന്നുമില്ല. പിന്നെ ഈ ഓട്ടോമൊബൈൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ലാളിക്കപ്പെടുന്നവരാണ്. ഇപ്പം നമ്മളിപ്പം അനീഷ് അറിയാലോ, നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കുന്നു, ഗിഫ്റ്റ് തരുന്നു, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മൾ നെഗറ്റീവ് പറയുന്നത് അല്ലേ. അപ്പം ഇത് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ അടുത്ത തവണ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറൊന്നുമില്ല. അവരുടെ കൂടെ ആവശ്യമല്ലേ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോൾ 25 ലക്ഷത്തോളം പേര് സോഷ്യൽ മീഡിയയിൽ എനിക്കുണ്ട്. ഈ 25 ലക്ഷത്തിൽ 20 ലക്ഷം പേരെങ്കിലും വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മളങ്ങനെ ഒഴിവാക്കാൻ പറ്റിയാലെന്നാണ് എനിക്ക് തോന്നുന്നത്.